അഷ്റഫ് എന്നെ വിളിച്ചിട്ട് കിട്ടാത്തതുകൊണ്ട് നേരെ അൻസാറിനെ സമീപിച്ചു. അൻസാറിനോട് എന്തോ ആവശ്യം പറഞ്ഞു. പക്ഷേ ആ ആവശ്യം അൻസാറിനെ കൊണ്ട് നിറവേറാൻ പറ്റൂല എന്ന് ഉറപ്പായപ്പോൾ അൻസാർ എന്നെ വിളിക്കുന്നു. സംഗതി മെമ്പറും കാര്യമൊക്കെ ശരി തന്നെ. പക്ഷേ സർക്കാർ ഓഫീസിലൊന്നും ഒരു പിടി അവനില്ല. സർക്കാർ ഓഫീസല്ല നമ്മളെ ആളുകളല്ലേ. ഓ അത് ശരി, അതാണ് സംഭവം. അപ്പൊ കാര്യമായിട്ട് എന്തോ സാധിച്ചെടുക്കാനുണ്ട്. സർക്കാർ കാര്യം എന്തോ ഉണ്ട്, എനിക്കറിയാം. അതല്ലേ ഞാൻ എടാ നീ നോക്കിക്കോ, ഇത് ഞാൻ അതിൻ്റെ ഒരു ഡിമാൻഡിലേക്ക് എത്തിക്കും. ഇനിയും ഒരു 5 കോള് കഴിഞ്ഞ അവസാനം അവന്മാർക്ക് എന്നെ കിട്ടിയേ പറ്റുമെന്നുള്ളൊരവസ്ഥയിൽ വരുമല്ലോ. എന്നിട്ട് ഞാനേ സ്കോച്ച് ഒഴുകൂടാ. നാളായി സ്കോച്ച് സോഡ ഒഴിച്ച്. വീഡിയോ കോച്ച് അത് തന്നെ, വീഡിയോ കോച്ച് ബസ്സിലെ പാർട്ടിയുടെ ഒരു ടൂർ പോണതിനെ കുറിച്ച് ഞങ്ങൾ പറയരുത്. എന്തായാലും കുമ്പളപ്പം കഴിക്കാനുള്ള യോഗം ഉണ്ട്. വൈറ്റ് ഭാഗ്യമുണ്ട്. വാളിയാ ഒന്നട് പിടി പിടി, നല്ല അടിപൊളി സാധനം. അളിയാ എന്തോന്നളിയാ, എത്ര വിളിച്ചളിയാ, ഒന്ന് ഫോൺ എടുക്കണ്ടളിയാ. എടേ ഞാൻ ഇന്ന് ഫുൾ തിരക്കായിരുന്നു. എന്ത് തിരക്കായാലും ഡൽഹിയിൽ നിന്ന് ആക്കാന്ത് സാറ് ഓൺലൈൻ വഴി മീറ്റിങ്ങും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഫുൾ തിരക്ക്. എനിക്ക് ഫോൺ എടുക്കാനുള്ള സമയം കിട്ടിയില്ല. അളിയാ എന്ത് തിരക്കായിക്കോട്ടെ, ഞാൻ റോഡിൽ വീണിട്ടാണ് ആരെങ്കിലും വിളിക്കുന്നെങ്കിലോ അളിയ ഒന്ന് ഫോൺ എടുത്തൂടെ. ആള് പിന്നെ വീണ്ടും വിളിക്കൂലല്ലോ. എന്നെ പലരും വിളിച്ചു. അഷ്റഫ് മറ്റേ നമ്മളെ ഗൾഫ് വിളിച്ച്. അതൊക്കെ അതാ ഞാൻ ചോദിച്ചത്, അഷ്റഫൊക്കെ എത്ര പ്രാവശ്യം വിളിച്ചു? വാട്സപ്പിൽ വോയിസ് മെസ്സേജ് ഇട്ട് അത് കേക്ക് പോലും ചെയ്തില്ല. സാറേ ഞാൻ ഇന്ന് വാട്സപ്പ് ഒന്നും നോക്കിയില്ല. നോക്കാനുള്ള സമയം ആ സാഹചര്യം അല്ല എനിക്കിന്ന്. ഫുൾ ബിസി ആയിരുന്നു, അതുകൊണ്ടാണ് ഞാൻ ഇത് എടുക്കാത്തത്. പറഞ്ഞാൽ നിനക്ക് മനസ്സിലാവാത്തതിന് ഞാൻ എന്ത് ചെയ്യാല്ലേ അല്ലേ? എന്തോന്നല്ലേ മീറ്റിംഗ് അല്ല, കുറെ മീറ്റിംഗ് ഉണ്ടായിരുന്നു. ഇത് കൊള്ളാലോ, നല്ല ടേസ്റ്റ്. ഞങ്ങളെല്ലാരും കൂടെ ഉണ്ടാക്കി. കൊള്ളാം. ചക്ക അല്ലേ? ചായ എടുക്കട്ടെ? ചായ ഒന്നും വേണ്ടല്ലേ. അഷ്റഫ് വന്നെന്നറിഞ്ഞ് ഞാൻ പിന്നെ സംസാരിക്കാൻ പറ്റില്ല. എന്ത് കേസുണ്ട്? അല്ലെ നമ്മുടെ പാർട്ടി ഓഫീസിന്റെ സൈഡിൽ കിടന്ന് 22 സെന്റ് സ്ഥലമില്ലേ നമ്മുടെ ദിവാകരേട്ടൻ്റെ, അത് അഷർക്കായ്ക്ക് നോട്ടം ഉണ്ടായിരുന്നു. അത് പറയാൻ വേണ്ടിയിട്ട് അളിയനെ വിളിച്ചോണ്ടിരുന്നത്. അതിനിപ്പോ കുഴപ്പമില്ല, നാളെ നമുക്ക് എല്ലാം ക്ലിയർ ചെയ്ത് കൊടുക്കാമല്ലോ. അല്ല ഇനിയിപ്പോ അളിയൻ ശരിയാക്കണ്ട, അതെല്ലാം ഞാൻ ശരിയാക്കി. ഞാൻ എല്ലാം ക്ലിയർ ചെയ്ത അളിയാ. ഞാൻ നേരെ ദിവാകരൻ ചേട്ടൻ്റെ അടുത്ത് കൊണ്ടുപോയി. അപ്പൊ തന്നെ എല്ലാം സംസാരിച്ച് ഡീലാക്കി അഡ്വാൻസും കൊടുത്തു. അത് സെന്റിന് ഏകദേശം 4 ലക്ഷം രൂപ കണ്ട് അങ്ങനെ 4.30 വെച്ച് കച്ചവടമാക്കി. എൻ്റെ അമ്മോ, 22 19 ലക്ഷം രൂപയുടെ ഏർപ്പാട്. അല്ല അൻസാറേ, അത് നമ്മളെ ഒരുമിച്ചല്ലേ എല്ലാം. നീ എൻ്റെ അടുത്തൊരു വാക്ക് പറയണ്ടേ? അളിയാ ഇത് പറയാനല്ലേ അളിയനെ ഞാൻ വിളിച്ചത്. അഡ്വാൻസും കിട്ടി, എന്തായാലും കുറച്ച് ലക്ഷക്കണക്കിന് രൂപ കിട്ടും. ഇത് കമ്മീഷനൊക്കെ ഇഷ്ടം പോലെ കിട്ടിയെന്നോ? കമ്മീഷൻ എല്ലാം ഡീലാവുമ്പോൾ കമ്മീഷൻ കിട്ടും. എന്തായിരുന്നാലും അതിന്റെ ഒരു സന്തോഷം കുറച്ച് ലഡു മേടിച്ചിട്ടുണ്ട്. 22 4 80 എൻ്റെ അളിയനാണ് എൻ്റെ ജീവിതത്തിൽ എല്ലാത്തിനും, എൻ്റെ വിജയത്തിനെല്ലാം കാരണക്കാരൻ. ഞാൻ പഞ്ചായത്ത് മെമ്പർ ആയതുപോലും അളിയൻ കാരണമാണ്. അതുകൊണ്ട് ആദ്യത്തെ ലഡു അളിയൻ. പിടി അളിയ, അങ്ങോട്ട് പിടി, എൻ്റെ കൈക്ക് മൊത്തം എല്ലാവർക്കും കൊടുക്കണം. 3% കമ്മീഷൻ വാങ്ങിക്കായിരുന്നു. പിന്നെ അവിടെ ഒരു ചെറിയ തർക്കം ഉണ്ടായി. പിന്നെ ഞാൻ മാത്രമല്ലേ ഉള്ളൂ, അതുകൊണ്ട് 1% കുറച്ച് കൊടുക്കും. 2% എങ്ങനെ കൂട്ടിയാലും ഒരു 2-2.5 ലക്ഷം രൂപ കിട്ടും. എന്നാലും എൻ്റെ ബാധ്യത എല്ലാം അങ്ങ് തീരും. പിന്നെ അളിയ എൻ്റെ കടം തീർക്കാനുള്ള പൈസ ഉള്ളു. അളിയൻ കടം ചോദിച്ചാൽ പോലും എനിക്ക് തരാനില്ല.